ഗൂഗിൾ ആഡ്സ് ഓപ്പൺ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പറഞ്ഞുതരാം. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. അറിയുന്നവരുണ്ടാവും. അപ്പോൾ നമ്മൾ സാധാ ക്രോമിലൂടെയോ അല്ലെങ്കിൽ ഗൂഗിളിലൂടെയോ പോയിട്ട് ഗൂഗിൾ ആഡ്സ് അടിച്ചു കൊടുത്ത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് എങ്ങനെ ആഡ് ചെയ്യാമെന്നാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ മോണിറ്റൈസേഷൻ ആയവർക്കാണ് കൂടുതലായിട്ട് ഉപകാരപ്പെടുക. മോണിറ്റൈസേഷൻ ആകാത്തവർക്കും നോക്കി വെക്കാം കേട്ടോ. കാരണം മോണിറ്റൈസേഷൻ ആയ ശേഷം ഇതൊക്കെ അറിയേണ്ട കാര്യമല്ലേ. അപ്പോൾ വളരെ ഈസിയാണ് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാൻ. പക്ഷേ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ, ഒരു മിസ്റ്റേക്കും വരാതെ. ആകെ കുറച്ച് സ്റ്റെപ്പുകളേ ഉള്ളൂ അക്കൗണ്ട് ആഡ് ചെയ്യാനുള്ളത്. അതിൻ്റെ കാര്യങ്ങൾ അടിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാനത് എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഏകദേശം 10-40 യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ഒരു പ്ലേലിസ്റ്റാക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തപ്പി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. താല്പര്യമുള്ളവർ കാണുക കേട്ടോ. അപ്പോൾ ഞാൻ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുന്നത് സ്ക്രീൻ റെക്കോർഡ് സഹിതമാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കിപ്പോൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തണമെങ്കിൽ എന്തൊക്കെ കടമ കഴിയണമെന്ന് നിങ്ങൾക്കറിയാലോ. മോണിറ്റൈസേഷൻ ആദ്യം ആകണം. മോണിറ്റൈസേഷൻ ആദ്യം ആകണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഷോർട്സിലൂടെ ആകണം, ഒന്നില്ലെങ്കിൽ വീഡിയോസിലൂടെ ആകണം. അപ്പോൾ അതിൻ്റെ ക്രൈറ്റീരിയ ഒക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. എങ്കിലും ഞാനൊന്ന് ഓടിച്ച് പറയാം കേട്ടോ. അപ്പോൾ ഷോർട്സിനാണെങ്കിൽ ഫുൾ മോണിറ്റൈസേഷൻ്റെ കാര്യം മാത്രമാണ് കേട്ടോ പറയുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് ക്യാഷ് കിട്ടത്തുള്ളൂ. ഹാഫ് മോണിറ്റൈസേഷനും ഉണ്ട്, അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. സൂപ്പർ താങ്ക്സും ജോയിൻ ബട്ടനും ഒക്കെ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൽ ഷോർട്സിൽ ഹാഫ് മോണിറ്റൈസേഷൻ ആകാൻ വേണ്ടിയിട്ട് 500 സബ്സ്ക്രൈബേഴ്സും 30 ലക്ഷം വ്യൂസും വേണം. അതും 90 ദിവസത്തിനുള്ളിൽ. അതേപോലെ ഫുൾ മോണിറ്റൈസേഷൻ ഷോർട്സിലാകണമെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സും 100 ലക്ഷം വ്യൂസും വേണം കേട്ടോ. 90 ദിവസത്തിൻ്റെ ഉള്ളിൽ. 90 ദിവസത്തിൽ മനസ്സിലായോ? ആദ്യത്തെ 90 ദിവസം നമ്മളിപ്പോൾ നിൽക്കുന്ന അവിടെ നിന്ന് ആദ്യത്തെ 90 ദിവസത്തെ കണക്കാണ് ഷോർട്സിലാണെങ്കിൽ. അതേപോലെ വീഡിയോയ്ക്കാണെങ്കിൽ ഇപ്പോൾ ഹാഫ് മോണിറ്റൈസേഷൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ 500 സബ്സ്ക്രൈബേഴ്സും 3000 വാച്ച് അവേഴ്സും വേണം. 365 ദിവസത്തിലാണ് കേട്ടോ. ഫസ്റ്റത്തെ 365 ദിവസം നമ്മൾ നിൽക്കുന്ന അവിടെ നിന്ന് 365 ദിവസത്തെയാണ് എടുക്കുന്നത്. പിന്നെയെന്ന് പറയുന്നത് ഫുൾ മോണിറ്റൈസേഷൻ ആണെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവേഴ്സും വേണം 365 ദിവസത്തിൽ. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാം. എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഒന്ന് പറഞ്ഞത്. ആരെങ്കിലും അറിയാത്തവർ കാണുന്നുണ്ടെങ്കിൽ അറിയട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞു തന്നത്. അപ്പോൾ ചിലപ്പോൾ അവർക്ക് ഇനി ചാനലൊക്കെ തുടങ്ങുന്ന ആഗ്രഹം ഉണ്ടെങ്കിലോ, അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ആയിക്കഴിഞ്ഞാലും നമുക്ക് ചിലപ്പോൾ മോണിറ്റൈസേഷൻ ആകണമെന്നില്ല. ഈ ക്രൈറ്റീരിയ കഴിഞ്ഞാലും റീയൂസ്ഡ് വരാൻ പാടില്ല, കോപ്പിറൈറ്റും വരാൻ പാടത്തില്ല. അപ്പോൾ നമ്മളതൊക്കെ ശ്രദ്ധിച്ച് വേണം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. മനസ്സിലായോ? പിന്നെ ഈ ഗൂഗിളിൽ നിന്നൊക്കെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അവർക്ക് ചിലപ്പോൾ മോണിറ്റൈസേഷൻ കിട്ടാതിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ക്രിയേറ്റിവിറ്റി കൂടുതൽ ഉൾപ്പെടുത്താൻ നോക്കുക. ഒരു 2-3% അല്ലെങ്കിൽ മാത്രം വേറെ എടുക്കുന്ന ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും ആക്കാൻ നോക്കുക. ബാക്കി മുഴുവനായിട്ട് നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ് കൂടുതലായിട്ടും വേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഞാൻ അതിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. അപ്പോൾ നമുക്ക് ഈ മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ ഗൂഗിൾ ആഡ്സുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യണം. ഗൂഗിൾ ആഡ്സുമായിട്ട് ലിങ്ക് ചെയ്തവരുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമില്ല. അല്ലാത്തവരാണെങ്കിൽ പുതിയതായിട്ട് അത് ചോദിക്കും കേട്ടോ. യൂട്യൂബ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ചോദിക്കും ആദ്യം തന്നെ ഉണ്ടോ അല്ലെങ്കിൽ പുതിയതായിട്ടാണോ എന്ന് ചോദിക്കും. അങ്ങനെയാണെന്ന് വെച്ചാൽ പുതിയതായിട്ടാണെങ്കിൽ നമ്മൾ എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കണം, നമ്മുടെ ഡീറ്റെയിൽ മുഴുവൻ. അപ്പോൾ നമുക്ക് നേരെ ഗൂഗിൾ ആഡ്സിലോട്ട് പോകാൻ പറ്റും കേട്ടോ. അപ്പം ഗൂഗിൾ ആഡ്സ് ഓപ്പൺ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പറഞ്ഞുതരാം. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. അറിയുന്നവരുണ്ടാവും. അപ്പോൾ നമ്മൾ സാധാ ക്രോമിലൂടെയോ അല്ലെങ്കിൽ ഗൂഗിളിലൂടെയോ പോയിട്ട് ഗൂഗിൾ ആഡ്സ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വരും. അപ്പോൾ സൈൻ ഇൻ ഗൂഗിൾ ആഡ്സ് ഇൻറ്റു എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ഓപ്ഷൻ തന്നെ കാണും. അപ്പോൾ അത് തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗൂഗിൾ ആഡ്സ് ഓപ്പണായി വരും. മനസ്സിലായോ? അതിൽ പേയ്മെൻറ്റ് മെത്തേഡും വെരിഫിക്കേഷൻ മെത്തേഡൊക്കെ കാണും. അപ്പോൾ നമുക്ക് നേരെ അതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് സ്ക്രീൻ റെക്കോർഡ് സഹിതം ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ കണ്ടാൽ മാത്രം പോരാ. വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെൽ ലൈക്കന് ഒന്ന് ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അക്കൗണ്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയണം. ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാൻ ആയിട്ട് ഉള്ളവരാണെങ്കിൽ
അപ്പോൾ മെയിനായിട്ട് വേണ്ടത് IFSC കോഡ്, അത് ബാങ്ക് അക്കൗണ്ട് ബുക്കിൽ തന്നെ ഉണ്ടാവും കേട്ടോ, നമ്മുടെ അക്കൗണ്ടിൻ്റെ അതിൽ തന്നെ ഉണ്ടാവും. പിന്നെന്ന് പറയുന്നത് സ്വിഫ്റ്റ് കോഡാണ്. അത് നമ്മൾ ഏത് ബാങ്കിലാണോ നമ്മൾ അക്കൗണ്ട് ഉള്ളത് ആ ബാങ്കിൽ തന്നെ പോയിട്ട് ചോദിക്കണം കേട്ടോ. ഏത് ബ്രാഞ്ചാണോ അതിൽ തന്നെ പോയിട്ട് ചോദിക്കണം. അല്ലാതെ ഗൂഗിളിൽ കിട്ടും, പക്ഷെ കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല കേട്ടോ, ഒരു നമ്പറൊക്കെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏത് ബ്രാഞ്ചിലാണോ ആ ബ്രാഞ്ചിൽ തന്നെ പോയി ചോദിക്കുക. ഓക്കെ. അപ്പോൾ ഞാൻ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നായിട്ടൊരു കാര്യം പറയുകയാണ്, ഞാൻ മോണിറ്റൈസേഷൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അത് കാണുക. അപ്പോൾ നമ്മൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്ത ശേഷം ID വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് ഒരു പിൻ നമ്പർ വരും, 8 ദിവസത്തിനകം വരും നമ്മുടെ വീട്ടിലേക്ക്. അപ്പോൾ അത് അടിച്ചു കൊടുത്ത ശേഷം ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ $100 ആകുന്നതിന് മുമ്പായിട്ട് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്താൽ മതി. പിന്നെ ഉള്ളത് ടാക്സ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൽ പോയിട്ട് നമ്മൾ ഗൂഗിൾ ആഡ്സെൻസ് എന്ന് അടിച്ചു കൊടുക്കുക. നെറ്റ് വളരെ സ്ലോ ആണ് കേട്ടോ, അതുകൊണ്ട് കുറച്ച് വെയിറ്റ് ചെയ്യണം. അപ്പോൾ വരുന്നുണ്ട് കേട്ടോ, കുറച്ച് പതുക്കെ ആവുള്ളൂ. ഒന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ഓപ്ഷൻ സൈൻ ഇൻ ടു ഗൂഗിൾ ആഡ്സെൻസ് എന്നുണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നേരെ നമ്മുടെ ഗൂഗിൾ ആഡ്സെൻസിലേക്ക് പോകുന്നതായിരിക്കും. കണ്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഒരു 3 ലൈന് കാണും. അതിൽ ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ പേയ്മെൻറ്റ്, വെരിഫിക്കേഷൻ അങ്ങനെയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് ഇൻഫോ എന്ന് പറഞ്ഞിട്ട് കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഡോളറൊക്കെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ആഡ് പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് കാണും. അപ്പോൾ ആഡ് പേയ്മെൻറ്റ് മെത്തേഡിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്യുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ ബാങ്ക് നെയിമും പിന്നെ നമ്മുടെ നെയിമും പിന്നെ ബെനിഫിഷ്യറി ID അത് ഓപ്ഷനിലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ആഡ് ചെയ്യാനായിട്ട് കാണിച്ചു തരും. അപ്പോൾ അതൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആദ്യം ബെനിഫിഷ്യറി ID ആണ്, അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. പിന്നെ നെയിം ഓഫ് ബാങ്ക് അക്കൗണ്ട് നമ്മുടെ നെയിമാണ് കൊടുക്കേണ്ടത്. പിന്നെ ബാങ്ക് നെയിം, ഏത് ബാങ്കിലാണോ നിങ്ങൾ അക്കൗണ്ട് ഉള്ളത്, അത് SBI ആണോ, വേറെ ഫെഡറൽ ബാങ്ക് ആണോ, അങ്ങനെ ഉണ്ടാവില്ലേ, ആ നെയിം അടിച്ചു കൊടുക്കുക. പിന്നെ IFSC കോഡ് അടിച്ചു കൊടുക്കുക. അത് കറക്റ്റായിട്ട് തെറ്റാതെ അടിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ എന്ന് പറയുന്നത് സ്വിഫ്റ്റ് കോഡാണ്. സ്വിഫ്റ്റ് കോഡ് ഏത് ബാങ്കിലാണോ നമ്മൾ അക്കൗണ്ട് ഉള്ളത് അതിൽ തന്നെ പോയിട്ട് വാങ്ങിച്ചിട്ട് അടിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെന്ന് പറയുന്നത് അക്കൗണ്ട് നമ്പർ, അത് തെറ്റാതെ അടിച്ചു കൊടുക്കണം. അതിലാണ് നമുക്ക് ക്യാഷ് കയറുന്നത്. അപ്പോൾ അത് തെറ്റിയാൽ പിന്നെ ക്യാഷ് കയറത്തില്ല. അപ്പോൾ 2 തവണ അക്കൗണ്ട് നമ്പർ നമ്മൾ ഇതിൽ അടിച്ചു കൊടുക്കണം കേട്ടോ. റീടൈപ്പ് അക്കൗണ്ട് നമ്പർ എന്ന് പറഞ്ഞിട്ട് വീണ്ടും കാണിക്കുന്നുണ്ട്. പിന്നെന്ന് പറയുന്നത് ലാസ്റ്റ് സേവ് ചെയ്യണം. അപ്പോൾ ഇത് മുഴുവനായിട്ട് തെറ്റാതെ കൊടുക്കണം. അപ്പോൾ ഇതിലാണ് നമ്മുടെ എന്താണ് പറയുക, ഡോളർ മുഴുവനായിട്ട് കയറുന്നത്. അപ്പോൾ ഇത് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ക്യാഷ് കയറത്തില്ല. അയ്യോ എൻ്റെ ക്യാഷ് കയറിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.